കുറേ കാലം ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ 100ാം വാർഷിക സമ്മേളനം വരാൻ പോകുന്നു. ഇപ്പൊ സമ്മേളനം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പ്രവർത്തകരെ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് സംസ്ഥയുടെ ഭാഗത്ത്? ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത നിർദ്ദേശിക്കുന്നതായ പൂർണ്ണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറിൻ്റെ എല്ലാ തീരുമാനങ്ങളും മുഷാവറിൻ്റെ നിർദ്ദേശങ്ങൾക്കൊക്കെ പൂർണ്ണമായി അനുസരിച്ച് നിൽക്കണം. അത് ഏത് ഉപസംഘടനകളാണെങ്കിലും ആ ഉപസംഘടനകൾക്ക് വേണ്ടതാണ്. ആ തീരുമാനങ്ങളും ആ നിർദ്ദേശങ്ങളും ആ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവണം. അത് ചെറുതാവലല്ലല്ലോ. അപ്പോൾ ചിലർക്കൊക്കെ തോന്നും അത് ചെറുതാവലാണോ എന്ന്. അപ്പോൾ അത് ചെറുതാവലല്ലത്, അത് വലുതാവലാണത്. അപ്പം ആ നിലക്ക് പൂർണ്ണമായി അനുസരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇനിയുമുള്ള പുതിയ പല സന്ദേശങ്ങളും പ്രവർത്തന മേഖലയിലുള്ള ആവശ്യമാവുന്ന കാര്യങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുന്നതനുസരിച്ച് അതിലെന്താണ് വേണ്ടത് ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും അതിൽ പൂർണ്ണമായി പങ്കെടുക്കുകയും അവരുടെയൊക്കെ പ്രാതിനിധ്യം ഉണ്ടായതുപോലെ വരും കാലങ്ങളിലും പ്രവർത്തകരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും പ്രമുഖരാകുന്ന വ്യക്തികളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ആ നിലക്കുള്ള സഹകരണം ഉണ്ടാവണം. പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഞാൻ അതിൻ്റെ തുടക്കത്തിനേ ആവശ്യമുള്ളൂ. അത് ഞാൻ അടുത്ത് തുടങ്ങുകയും ചെയ്യും. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലായിരുന്നു, പ്രത്യേകിച്ച് സംഘടനക്കകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വാർത്തകൾ നിരന്തരം സമസ്തയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഇതിനൊക്കെ ഇടയിലാണ് ഈ ഒരു സംഘാടനം നമ്മൾ പൂർത്തീകരിക്കുന്നത്, എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിൽ അനുഭവിച്ചൊരു വലിയ പ്രയാസം എന്തായിരുന്നു? കാരണം ഇതൊക്കെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബാലികേറാമല കൂടിയാണല്ലോ. പ്രയാസം ഇപ്പോൾ മാസ്റ്റർക്കാരുണ്ടായിട്ടുണ്ടാവുമല്ലോ, പിന്നെ ഇപ്പൊ നമുക്കും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പ്രയാസങ്ങൾ വിഷയമല്ല. അപ്പൊ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പലരും പറയാറുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഇതിന് ഇത്രയും വളരെ ആർക്കും ഒരു പരിഭവമില്ലാതെ ഈ നേതൃത്വം നൽകി ഇതിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് എല്ലാവരും അത്ഭുതപ്പെടുന്ന സംഗതിയാണ്. വേറെ ആരാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതിൽ ഒരു വാശിയൊന്നുമില്ല, ആരെങ്കിലും ഒഴിവാക്കണം എന്ന് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് മാസ്റ്റർക്ക് ഇതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് പല പ്രാവശ്യം ആവർത്തിച്ച് നോക്കി അതിൽ ഉൾക്കൊള്ളിക്കേണ്ടവരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാലും ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പല സമയത്തും അതിന് തിരുത്തപ്പെട്ടുകൊണ്ടിട്ട് അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ സംഘടനയാവുമ്പോൾ എപ്പോഴും അതിന് എതിരാളികളും വിമർശകരൊക്കെ ഉണ്ടാവും, ശത്രുക്കളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീനിൻ്റെ സംഘടന ആയതുകൊണ്ടിട്ട് അതിന് നേതൃത്വം നൽകണ അതിന് നേതൃസ്ഥാനത്തിലുള്ളത് കൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. മഹാന്മാരാവുന്ന ആളുകൾ, മുൻഗാമികൾ നമ്മളോട് പറഞ്ഞു തന്നതുപോലെ ഈ സംഘടനയെ മഹാന്മാരാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അവരിതിനെ നയിക്കും. അവരിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്കുണ്ടാവും. അവരാ തിയറി അനുസരിച്ച് പോയാൽ. അപ്പം അവരാ തിയറിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇതായിട്ടില്ല, വ്യതിചരിച്ചിട്ടില്ല. അത് നിങ്ങൾക്കൊക്കെ 1200 എത്ര പേജുണ്ട് നമ്മൾ ആ പുസ്തകം, ചരിത്ര പുസ്തകം 1000 പേജുള്ള ആ ചരിത്രരേഖ പരിശോധിച്ചാൽ മനസ്സിലാവും സമസ്തൻ്റെ സമ്മേളനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ആ സമ്മേളനങ്ങളിൽ ആരൊക്കെ ആരൊക്കെ ആണ് അതിൽ ഇതായിട്ടുള്ളത്, പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്, ആരൊക്കെ സാന്നിധ്യം ഇതുണ്ടായിരുന്നത്, അവർക്കൊക്കെ എന്തെല്ലാം നൽകിയത് അവരതിൽ പ്രവർത്തിച്ച് അതുമായി സഹകരിച്ചത്, അങ്ങനെ തുടങ്ങി സമസ്തനോട് ബന്ധപ്പെട്ട A to Z വരെ ഈ കാലയളവിലുള്ള എല്ലാം ഒപ്പിയെടുത്ത ഒരു പുസ്തകമാണ്. അപ്പോൾ അത് നമുക്ക് അത് പഠിക്കാണ്ട് അതിൽ നമുക്ക് സമസ്തൻ്റെ പാരമ്പര്യം, സമസ്തൻ്റെ പൈതൃകവും, സമസ്തൻ്റെ പ്രവർത്തന മേഖലയൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു അണുമണി തൂക്കം തെറ്റാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് എങ്ങനെയായാലും ഇത് വിജയിക്കുന്നുണ്ട്. ഇവരോടൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ അങ്ങനെ ആരും ഒരു ആശങ്കയൊന്നും വേണ്ട, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിജയിപ്പിക്കും എന്നുള്ളത്. നമ്മൾ ആ വിജയിപ്പിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. കാരണം അതിനാവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്തു. ഓരോ സ്ഥലത്തും പ്രാദേശികമായി സിയാറത്ത് ചെയ്യേണ്ടവരെ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു. വലിയ വലിയ മഖാമുകളിലൊക്കെ നമ്മൾ മശായിഖന്മാരായിക്കൊണ്ട് നമ്മൾ കണക്കിലെടുക്കുകയും നമ്മൾ ആ നിലക്ക് കാണുകയും ചെയ്യുന്ന വലിയ വലിയ ആളുകളൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ കൂട്ടായിട്ടും ഒറ്റക്കൊക്കെ സിയാറത്ത് ചെയ്തു. ആ നിലക്കൊക്കെ സിയാറത്ത് ചെയ്യുകയും പിന്നെ
ഇതിലൊക്കെ ഇസ്തിഹാർത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഈ ചെയ്യണ സംഗതിയിൽ ഹൈറുണ്ടോ ഇല്ലയോ നോക്കിക്കാണ്ട് ചെയ്യണമെന്ന്. ആ നിലക്ക് ഇസ്തിഹാർത്ത് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തത് നമുക്ക് ഒരു വിശ്വാസം, നമുക്ക് ഒരു ഉറപ്പ് ഉള്ളത് പോലെ